ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് എന്താണെന്ന് അമ്മ കണ്ടോ? കിടുമ്പി, എനിക്ക് നമ്മുടെ മകനെ വേണം. ഗാന്ധാരി അതും ഒരു അമ്മയാണ്. യുദ്ധത്തിന് അമ്മയെന്നോ മകനെന്നോ ഇല്ല. സ്നേഹത്തിന്റെ ഭാഷ അതിന് വശമില്ലരാക്കി. ഉണ്ടായിരുന്നെങ്കിൽ അഭിമന്യുവിനെ ഈ മണ്ണിൽ ചോര പുതഞ്ഞ് കിടക്കേണ്ടി വരില്ലായിരുന്നു. അഭിമന്യുവിന്റെ മരണം സുഭദ്രബന്ധമേറിയത് നീ കണ്ടില്ലേ മാധവ? നിറവയറുമായി കൊട്ടാരത്തിൽ അവൾ ഇരുന്നത് ഇന്നും ഞാൻ ഓർക്കുന്നു. നിനക്ക് ഞാനൊരു കൂട്ടം പറഞ്ഞു തരാം. വില്ലാളി വീരന്മാർക്ക് മാത്രം അറിയാവുന്നതൊന്നും. അതെന്താണ് വാർത്ത? ചക്രവ്യൂഹം ഭേദിക്കുന്നത് എങ്ങനെയെന്ന് നീ കേൾക്ക്. പത്മത്തിന്റെ ആകൃതിയിൽ നിർത്താതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സേനാവ്യൂഹം ചുറ്റുമുറിയുന്ന നേരത്ത് കുതിരയെപ്പായി ചകത്തു കടക്കണം. ഉടനെ എടുക്കണം, തുടുക്കണം നാഗശസ്ത്രം. പാമ്പു പോലെ ചീറി മുറിക്കണം. അകത്തെ ചുറ്റും 3 10. സ്ഥലജലകാലബോധം മറച്ചു താണ്ടണം. ചക്രവ്യൂഹത്തിന്റെ അടുത്ത ചുറ്റുകൾ. വാരുണം കൊണ്ട് മാരി ചൊരിയണം. സൂര്യൻ മറയണം. ഇരുൾ പരക്കുന്ന നേരം വാൾത്തലപ്പ് കൊണ്ട് പഴുതു തീർത്ത് വ്യൂഹമധ്യം നോക്കി കുതിക്കണം. വേൽമുന കൊണ്ട് തുരക്കണം. ഗത കൊണ്ട് തകർക്കണം. നിർത്താതെ സഹസ്രശരങ്ങൾ നൃത്തം ചെയ്യണം. കുതിരപ്പുറത്താഴത്തിൽ ഒരു ചുറ്റി പിന്നോക്കം നീങ്ങി ഗരുഡനെ പോലെ പൊങ്ങിത്താഴ്ന്ന് വാൾ കുത്തിയിരിക്കണം ചക്രത്തുറ്റിന്റെ നടുവിൽ. സുഭദ്രേ, നീ ഉറങ്ങിപ്പോയോ? ഞാനിവിടെ കുടുങ്ങിപ്പോയിരിക്കുന്നു. സുഭദ്രേ, നമ്മുടെ കുഞ്ഞിനെ ഒന്ന് താലോലിക്കാൻ ഞാൻ എത്ര കൊതിക്കുന്നുണ്ടെന്ന്. ഇതിനടുത്ത് നിന്ന് എങ്ങനെയാണെന്ന് പുറത്ത് കിടക്കുക? ഒന്ന് പറയും. മാധവ, ഈ മണ്ണിൽ ചോര കുതിച്ച് കിടക്കുന്നവർ
ഒടുങ്ങിപ്പോയേനെ. കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ ചോര കുതിർന്ന ഈ മണ്ണിനു താഴെ ഒരമ്മ കിടന്ന് പിടയുന്ന കഥ നിങ്ങൾക്കറിയാമോ ഗാന്ധാരി? ചരിത്രം ഒരു മഹാവനത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ആകാശത്തോളം വളർന്ന വൃക്ഷങ്ങൾ, ഹിമകണങ്ങൾ പറ്റി നനഞ്ഞ പുൽനാമ്പുകൾ, മൃഗങ്ങൾ, പക്ഷികൾ, പ്രാണികൾ എല്ലാം സാക്ഷി. കൊതിച്ചെത്തുന്ന ഒരു കുതിരക്കുളമ്പടി കേൾക്കാം. ഏതു പൗരുഷവും തരളമാകുന്നത് എപ്പോഴാണ്? പ്രണയസുഗന്ധം കാറ്റിനോടൊപ്പം ഒഴുകിപ്പരന്നു. ഒരു കാടാകെ പ്രണയപ്പൂക്കളാൽ നിബിഡമാകുന്നു. നിന്റെ ഈ തണുപ്പ് എന്റെ ഉടലാകെ മൂടുന്നു. പറയൂ, നീ ആരാണ്? മുടിയിൽ പൂമഞ്ഞണിയും വിരലിൽ പൂവലിയും കാലിൽ മഴവില്ലടിയും ആകാശം തൊട്ടുവരുന്നു. മുടിയിൽ പൂമഞ്ഞണിയും വിരലിൽ പൂവലിയും കാലിൽ മഴവില്ലടിയും ആകാശം തൊട്ടുവരുന്നു. അല്ലയോ സുന്ദരി, നീ എന്താണ് എനിക്ക് മറുപടി തരാത്തത്? നീ ആരാണെന്ന് പറയൂ. എനിക്ക് നിന്നോട് അടങ്ങാത്ത പ്രണയം തോന്നുന്നു. കാടു കാണാനിറങ്ങിയ വഴിപോക്കനല്ല ഞാൻ. ഹസ്തിനപുരത്തിലെ മഹാരാജാവായ ശന്തനുവാണ് ഞാൻ. ജനൽ ജനൽ ജലനാദം മണ്ണു തൊട്ടു മരം തൊട്ടു തെന്നിത്തിരിഞ്ഞ് പുലിയെ തൊട്ടു കിളിയെ തൊട്ടു കാടിനെ തൊട്ട് കാറ്റിനെ തൊട്ട് മലയെ തൊട്ട് മുകിലും തൊട്ട് ചിന്നിച്ചിറയൊഴുകി നദി. എന്നോട് എന്തിനാണ് ഈ വിധം പെരുമാറുന്നത്? എന്നെ നീ കേൾക്കുന്നില്ലേ? ഒന്ന് പറയൂ, നീ ആരാണ്? മുടിയിൽ പൂമഞ്ഞണിയും വിരലിൽ പൂവലിയും കാലിൽ മഴവില്ലടിയും ആകാശം തൊട്ടുവരും. ഗംഗാ 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 ഭാഗീരഥി. ഗംഗ, എനിക്കറിയാം. ഞാൻ ഒരുപാട് കേട്ടിരിക്കുന്നു. കേട്ട കഥകളേക്കാൾ എത്ര സുന്ദരിയാണ് നീ. എന്റെ ഈ പ്രണയദാഹത്തെ തീർക്കാൻ നിനക്കല്ലാതെ മറ്റൊന്നിനും കഴിയില്ല.
ജലം പോലെ പരിശുദ്ധമാണെന്റെ പ്രണയം. ഹസ്തിനപുരത്തിലെ മഹാറാണിയാവാൻ എന്നോടൊപ്പം വരും. അല്ലയോ ഗംഗേ, സ്വർലോക നദിയായ നീ എങ്ങനെയാണ് ഭൂമിയിലേക്ക് എത്തിയത്? പറയൂ, നിന്റെ കഥകൾ കേൾക്കാൻ എന്റെ കാതുകൾ കൊതിക്കുകയാണ്. ശാപത്താൽ മോക്ഷമില്ലാതെ ഒഴുകുന്ന എന്റെ പൂർവികരുടെ ശിരസിൽ വന്നു തൊടുകെ, അവർക്ക് ശാപമോക്ഷമേകുവമ്മേ. ഭൂമിയിലേക്കും ഞാനോ? ഭഗീരഥ, നിനക്ക് മറ്റു വഴികൾ തേടുന്നതാകും നല്ലത്.